ഹലോ ഗൈസ്, ജിയോ ഫ്ലോറിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇപ്പം കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഒരുപാട് പേര് എന്നെ വിളിച്ച് തെറി പറയുന്നുണ്ട്. നിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നീ എന്താണ് വീഡിയോ ഒന്നും ഇടാത്തതെന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെയാണ്, നമുക്കറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് വീഡിയോ ഇടാൻ പ്രശ്നം. ഞാൻ എല്ലാ വീഡിയോയിലും പറയും ഇതേ കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ പണി എവിടം വരെ ആയി എന്നുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീടിൻ്റെ പെർമിറ്റിനൊക്കെ വന്നൊക്കെ നോക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവർ അളന്നൊക്കെ പോയി, കുഴപ്പമൊന്നുമില്ല, അതൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ വീടിൻ്റെ പെർമിറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ എന്ത് ചെറിയ കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞിട്ടില്ല, എനിക്കൊരു മനസ്സിലാകുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീടിൻ്റെ ജനലും കട്ടിളൊക്കെ ഫുള്ളായിട്ട് വെച്ചു. ഇപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ട് 3-4 ദിവസമായി തോന്നുന്നു. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ബേക്കിൽ കാണുന്നുണ്ടല്ലോ. അപ്പം ഫുള്ളായിട്ട് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഏത് രീതിയിലായി ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മളെ കുറേ കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ അന്ന് കാണാത്ത ഒരുപാട് കാഴ്ചകളൊക്കെ അതിൻ്റെ അകത്ത് കാണാനുണ്ട്. കാണാൻ മാത്രമൊന്നുമില്ല, എന്നാലും നമ്മുടെ ഒരു സന്തോഷത്തിന് ഞാൻ കാണിക്കാം. പിന്നെ അപ്പം പെർമിറ്റിന് വന്ന സമയത്ത് അവർ പ്രധാനമായിട്ടും പറഞ്ഞൊരു കാര്യം, നമ്മുടെ ഷെഡ്, അതായത് ഈ ഒരു നമ്മുടെ തറയായിട്ട് വേറെ സംഗതികളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിത് പൊളിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ കെട്ട് നാളെയും കൊണ്ട് മിക്കവാറും കംപ്ലീറ്റ് ആവും. നാളെയും കൊണ്ട് ഏകദേശം ഒരു രീതിയിലാവും. അങ്ങനെയാണെങ്കിൽ മറ്റന്നാൾ വിട്ട് നമ്മളെന്ത് ചെയ്യും, നമ്മുടെ ഷെഡ് പൊളിക്കാൻ പോവാണ്. നമ്മളെല്ലാ കെട്ടും കിടക്കെടുത്ത് നമ്മൾ തറവാട്ടിലോട്ട് പോവാണ് കേട്ടോ. തറവാട്ടിൽ പോയിട്ടാണ് ബാക്കി കിടക്കുന്നത്. പിന്നെ വീടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് മൊത്തം പണി, അതായത് ഫുൾ പണി കഴിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് ഇറങ്ങുന്നുള്ളൂ. എപ്പോഴാണ് എങ്ങനെയാണെന്ന് അറിയാം, ചിലപ്പോൾ 1-2 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കാം. ഞാൻ ഒന്നാമത്തെ കാര്യം നിങ്ങളോടെല്ലാം പറഞ്ഞു വെച്ചാൽ, എവിടുന്നും കടം മേടിച്ചിട്ടൊന്നുമല്ല, നമ്മുടെ കീശയിൽ എപ്പോഴാണോ പൈസ വരുന്നത് അതിനനുസരിച്ചാണ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ചിലപ്പം 1-2-3 കൊല്ലം ചിലപ്പോൾ കഴിഞ്ഞേക്കാം, ഒന്നും ഉറപ്പൊന്നുമില്ല. പടച്ചവൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാനാവും. അല്ലെങ്കിൽ ചിലപ്പോൾ എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ എന്തായാലും പണി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുന്നുള്ളൂ വീട്ടിലോട്ട്. അപ്പോൾ എന്തായാലും 2-3 ദിവസം കൊണ്ട് നമുക്ക് പൊളിക്കാൻ തുടങ്ങണം ഷെഡ്. അതൊക്കെ തന്നെ വരും കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇവിടെ ഇതാ നമ്മുടെ ഷെഡിൻ്റെ കോലമൊക്കെ ഇതാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അതുകൊണ്ടോ ഇവിടെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഷോട്ട് എടുക്കാൻ വേണ്ടി എടുത്തു വെച്ച സാധനമുണ്ട്. നമ്മുടെ സ്റ്റാൻഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിലാണ് ഷെഡ് കിടക്കുന്നത്. പിന്നെ ഇവിടെ ഇപ്പം ഇതാണ്ടേ ഈ ഒരു ലെവലിലെത്തണം. ഈ ഒരു സംഭവം ഫുള്ളായിട്ടുണ്ട്. അതായത് ഇവിടുത്തെ കെട്ട് കംപ്ലീറ്റ് ആയി എന്ന് പറയാം. ഈ ഒരു സൈഡ് മാത്രം, ഇത്ര ഒരു സൈഡ് മാത്രം കണ്ടോ. അവിടെ അവർ വാട്ടർ ലെവൽ വെച്ചിട്ട് ഫുള്ളായിട്ട് ജെൻറ്റിലടിക്കുന്നതിന് തൊട്ടടിയിലായിട്ട് ജനലിൻ്റെ ലെവൽ കെട്ടിയിട്ടുണ്ട്. ഈ ഒരു സൈസിൽ ഫുള്ള് കെട്ടണം. ഈ ഒരു സൈഡ് മാത്രമേ കെട്ടിയുള്ളൂ. ഇത്രയും ബാക്കി ഫുള്ളായിട്ട് ജോയിൻ ചെയ്യാൻ കിടക്കുവാണ് കേട്ടോ. കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. പിന്നെ ഇതാ ഇവിടെ നമ്മൾ വയനാട്ടിൽ, അതായത് ഈ കട്ടള ജനലൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് വിട്ടുപോയതാണ് ഇവിടെ ഒരു ജനൽ എടുക്കാൻ വേണ്ടി. ഇവിടെ വെക്കേണ്ടതായിരുന്നു, പക്ഷെ നമ്മൾ എടുക്കാൻ വിട്ടുപോയതുകൊണ്ട് ഇവിടെ ജനൽ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവിടെ നമ്മൾ ഒഴിച്ചിട്ടു കേട്ടോ. വേറെ വഴിയില്ല. ഇപ്പം ജനലെടുക്കാൻ പോകാനുള്ള വകുപ്പൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ എന്താ പറയുക, ഒഴിച്ചിട്ടേക്കാണ്. ഇപ്പം നമുക്കിവിടെ ഫ്രണ്ടിൽ കൂടെ കയറണോ, ഞാൻ ഇവിടെ ബേക്കിൽ കൂടെ കയറാം. പിന്നെ വേറെ 8ൻ്റെ പണി കിട്ടിയത് വെച്ചാൽ, കെട്ടി വന്ന സമയത്ത് അവസാനം ജോയിൻ ചെയ്യാൻ വേണ്ടി ഒരു കട്ടേൻ്റെ പകുതിയും വേണം. അതുകൊണ്ട് ഫുള്ള് കട്ട ഇതുപോലെ മുറിക്കണം. കട്ട പകുതിയാക്കണം. എല്ലാ കട്ടയും പകുതിയാക്കിയിട്ട് വേണം മേലെ കൂടെ വെക്കാൻ വേണ്ടി. അതുകൊണ്ട് അതൊരു ഇരട്ടിപ്പണിയാണ് കേട്ടോ. എന്ത് ചെയ്യാനാണ് വണ്ടി കല. ജനലിൻ്റെ ലെവൽ അങ്ങനെ ആയതുകൊണ്ട് ഇപ്പം വേറെ വഴിയില്ലാണ്ടായിപ്പോയി. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ ശരിക്കും അടുക്കള കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ അടുക്കള. ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ. ഇവിടെയാണ് അടുപ്പൊക്കെ വരുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങോട്ട് കയറുന്ന സമയത്താണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട പോലെ തന്നെ എന്തൊക്കെയോ ഒരു മാറ്റം വന്നിട്ടുണ്ട്. വീടിൻ്റെ രൂപമായിട്ടുണ്ട്, കുറേ കെട്ടിപ്പൊന്തിയുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ലാവൊക്കെ വരും. ഇവിടെയാണ് നമ്മുടെ വർക്ക് ഏരിയ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കള കേട്ടോ. അടുക്കളേൻ്റെ ഏകദേശം കെട്ടിയുണ്ടോ, ആ വശം മാത്രമേ കെട്ടിപ്പൊന്തിച്ച് ഫുള്ളാക്കിയിട്ടുള്ളൂ. ബാക്കി ഇത്രയും ഭാഗം കെട്ടിപ്പൊന്തിക്കാനുണ്ട്. പിന്നെ ഇവിടേക്ക് ഇങ്ങനെ എന്താ പറയുക, ഇവിടെ ജനൽ നമ്മൾ വെച്ചിട്ടില്ല. ഇവിടെ ഒരു കബേർഡ് വരുന്നുണ്ട്. അതായത് നമ്മുടെ അടുക്കളയിലെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇവിടെ ഉണ്ട്. ഇവിടെ അടുപ്പ് വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ പൊടി സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഇവിടെ ഒരു കബേർഡ് വരും. പിന്നെ ഇതാണ് നമ്മുടെ ഹാള് കേട്ടോ ഗൈസ്. ഇതാണ് ഹാള് വരുന്നത്. ഹാള് കുഴപ്പമില്ല, അത്യാവശ്യം ഒരു വലുപ്പമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊരു സ്റ്റെയർ കേസ് ഇനി വരും. ഇപ്പം ജെൻറ്റിലടിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് സ്റ്റെയർ കേസ് കൊണ്ട് അടിച്ചു പോകണം. ഇവിടെ ഒരു സ്റ്റെയർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു സൗകര്യമൊന്നും ഉണ്ടാവില്ല, എന്നാലും ഒരു ഒത്ത സൗകര്യം. നമ്മുടെ ഈ ഒരു ഷെഡിൻ്റെ അകത്ത് നമ്മൾ കിടന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് വരുന്നത് നമുക്ക് സ്വർഗ്ഗമാണ് സത്യം പറഞ്ഞാൽ. സമാധാനമായിട്ട് കിടക്കാനുള്ള രീതിയിലാണ്. ഇപ്പോൾ സ്റ്റെയർ വരുന്നുണ്ടോ. ഇനിയിപ്പോൾ ഇവിടെ കണ്ടോ, ഒരു കട്ടേനെ പീസും കൂടെ വെച്ച് കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് ചെയ്യാനുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഹാള് കാണുന്നു. പിന്നെ ഇവിടെ ഇപ്പോൾ ഇവിടെ നമ്മുടെയാണ് സിറ്റ് ഔട്ടിൻ്റെ ഇവിടെയും കട്ടള വെക്കാനുണ്ട്, ജനൽ വെക്കാനുണ്ട്, ഇതൊക്കെ കിടപ്പുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഫുള്ളാക്കാനുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മുടെ ബാത്റൂം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചു ഇങ്ങനെ സംഭവമില്ലായിരുന്നു. അതുകൊണ്ട് ഇവിടുന്ന് ഇടത്തോട്ട് പോകുമ്പോൾ ഒരു റൂം, ഇവിടുത്തെ വലത്തോട്ട്, അങ്ങനെ 2 റൂമാണ് ഇവിടെ കിടക്കുന്നത് കേട്ടോ. ഇവിടെ ഇടത്തോട്ട് പോകുമ്പോൾ ഒരു റൂം, വലത്തോട്ട് പോകുമ്പോൾ അവിടെ 2 റൂം, നടുക്ക് ബാത്റൂം. ഇങ്ങനെയാണ് ഇപ്പം കിടക്കുന്നത്. അറ്റാച്ച്ഡ് ഒന്നുമല്ല. ഈ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം ഈ ബാത്റൂമിലോട്ട് പോകാം, ഈ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ബാത്റൂമിൽ പോകാം.
അത്രയേ ഉള്ളൂ. നടുക്ക് റൂം. ഇതാണ് നമ്മുടെ റൂം. വലിയ വലിപ്പമുള്ള റൂമൊന്നുമല്ല, ഒരു ആവറേജ് റൂം കേട്ടോ. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. അതും എല്ലാ സൈഡും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കെട്ടിപ്പൊന്തിക്കാനുണ്ട് കുറേ ഭാഗങ്ങളൊക്കെ കേട്ടോ. പിന്നെ ഇവിടെ അതുപോലെ തന്നെ റൂം. അങ്ങനെ 2 റൂമാണ് നമ്മുടെ വീടിനുള്ളത്. എല്ലാ സൈഡിലും കെട്ടിപ്പൊന്തിക്കാനുണ്ട്. എന്നാ പറഞ്ഞാൽ നമ്മൾ ഈ ഒരു രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് നാളെയും കൊണ്ട് ഏകദേശം ഒരു രൂപ ആവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് കേട്ടോ. കെട്ടി ഫുള്ളായിട്ട് നാളെയും കൊണ്ടൊക്കെ ഏകദേശം ഒരു രൂപത്തിൽ കെട്ടിപ്പൊന്തിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റന്നാളും കൊണ്ട് എന്തായാലും നമ്മുടെ പണി കഴിയും. പണി കഴിഞ്ഞ് എങ്ങനെയായാലും പിന്നത്തെ ഒരു പ്രശ്നം വെച്ചാൽ നമ്മുടെ തക്കിരീൻ്റെ 1-ാം പിറന്നാളാണ്. 1-ാം പിറന്നാളാണ് നമ്മുടെ തക്കിരീൻ്റെ ഇനിയിപ്പം വരുന്നത്. അപ്പോൾ 1-ാം പിറന്നാളെന്ന് വെച്ചാൽ 20-ാം തീയതിയാണ് തക്കിരീൻ്റെ പിറന്നാൾ. ഇപ്പം പുന്നര നമ്മുടെ പുന്നരയാണെങ്കിൽ എരുമേലിയാണ് ഉള്ളത്. അവളുടെ അപ്പച്ചനോട് അവൾ പോയതാണ്. പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. പുന്നര അവിടെ ഇല്ല. അവളും വരണം. എല്ലാം കൂടെ 1-ാം പിറന്നാളൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ഷെഡ് പൊളിക്കൽ മിക്കവാറും 2 ദിവസം കൂടെ അങ്ങോട്ട് നീണ്ടു പോകും. അതായത് തക്കിരീൻ്റെ പിറന്നാൾ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തൊട്ട് നമുക്ക് ഷെഡ് പൊളിക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനും കുറച്ച് പണിക്കാരൊക്കെ കൂട്ടണം. ഫുള്ളായിട്ട് പൊളിച്ച് ഫുള്ള് നിരത്തി ഫുള്ളൊരു ഫ്ലോട്ടാക്കി എടുക്കണം. ഈ വീടിൻ്റെ ചുറ്റും വേറെ ഒന്നും ഇല്ലാത്ത രീതി നല്ല നിരത്തി എന്ന് വെച്ചാൽ നമ്മുടെ ഇനിയിപ്പം ജെൻറ്റിലടിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇറക്കണമെന്നുണ്ടെങ്കിൽ നല്ല പണിയാണ്. അതൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം വെച്ചാൽ സമയം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. തക്കുട കിടന്ന് എണീറ്റ് കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അന്ന് ഉറങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ ഗൈസ് ഇത്രയാണ് ഇപ്പം പറയാനുള്ളത്. വേറെ കാര്യങ്ങളായിട്ടൊന്നും കാണിക്കാൻ. ഇനിയിപ്പം തക്കിരീൻ്റെ പിറന്നാളാണ് വരുന്നത്. ഇനി അതിൻ്റെ പരിപാടി കാണാം. പിന്നെ അതിന് ശേഷം നമുക്കിത് പൊളിക്കണം. അതിൻ്റെ പരിപാടി അങ്ങനെയൊക്കെയാണ് ഇനിയുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ദിവസം വീഡിയോ കാണാം. ബൈ.